പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് പാർട്ണർഷിപ്പിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ചർച്ച ചെയ്തു. റിട്ടൺ എഗ്രിമെൻ്റ് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് ഇസ് കാൾഡ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൽ വരുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിലെ ചില പ്രധാനപ്പെട്ട റൂൾസ് ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് ഡീഡ് നിർബന്ധമായും തയ്യാറാക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് അല്ല. പാർട്ണേഴ്സിൻ്റെ തീരുമാനപ്രകാരം അത് തയ്യാറാക്കുകയോ അത് തയ്യാറാക്കാതെ അവർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യാം. പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കിയാൽ അതിന് കുറേയധികം ഗുണങ്ങളുണ്ട്. തയ്യാറാക്കാതെ വന്നു കഴിഞ്ഞാൽ ചില പ്രയാസങ്ങളും അവർക്ക് വരും. അപ്പോൾ അങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കാത്ത ഒരു ബിസിനസ് സ്ഥാപനത്തിൽ, അതല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കിയിട്ടുണ്ട്, അതിൽ ചില പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് അവർ എഴുതാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അവർ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ഓർ ഇഫ് ദ ഡീഡ് ഈസ് സൈലന്റ് ഓൺ എനി മാറ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് ആദ്യം പഠിക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് ഷെയറിംഗ്. ഒരു എക്സാമ്പിൾ പറയാം. ദർ ആർ ടു പാർട്ണേഴ്സ്, സുനിൽ ആൻഡ് ഷമീർ. സുനിൽ കോൺട്രിബ്യൂട്ടഡ് ₹2 lakh ആൻഡ് ഷമീർ കോൺട്രിബ്യൂട്ടഡ് ₹1 lakh. ഒരു ബിസിനസ്സിൽ രണ്ട് പാർട്ണേഴ്സ് ഉണ്ട്, സുനിലും ഷമീറും. സുനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് 2 ലക്ഷം ക്യാപിറ്റലാണ്, ഷമീർ കോൺട്രിബ്യൂട്ട് ചെയ്തത് 1 ലക്ഷം ക്യാപിറ്റലാണ്. അങ്ങനെ അവർ ബിസിനസ് നടത്തി. ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് 30,000 രൂപ അവർക്ക് പ്രോഫിറ്റ് കിട്ടുകയാണ്. ഈ പ്രോഫിറ്റ് സുനിലും ഷമീറും ഷെയർ ചെയ്യണം. സുനിലാണ് കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത്, ഷമീർ ക്യാപിറ്റൽ കൊണ്ടുവന്നത് കുറവാണ്. അങ്ങനെ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് പാർട്ണർഷിപ്പ് ഡീഡാണ്. പാർട്ണർഷിപ്പ് ഡീഡ് ഈ സ്ഥാപനത്തിന് അവർ തയ്യാറാക്കിയിട്ടില്ല. ആൻഡ് ദർ ഈസ് നോ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദീസ് പാർട്ണേഴ്സ്. ഈ പാർട്ണേഴ്സ് തമ്മിൽ എഗ്രിമെന്റും ഇല്ല. അങ്ങനെ അവർ ഡിവൈഡ് ചെയ്യാൻ ഒരു തർക്കത്തിലേക്ക് എത്തുകയാണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദ റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ എന്താണോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ നമ്മളത് പരിഹരിക്കേണ്ടത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എഗ്രിമെന്റ് ഇല്ലെങ്കിൽ they have to share equally. The profit or loss shared equally among the partners irrespective of their capital contribution. ഇപ്പൊ സുനിൽ എന്ന് പറയുന്ന പാർട്ണർ 2 ലക്ഷം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഷമീർ 1 ലക്ഷം രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. എന്നാലും ശരി, ഏത് കൺസിഡർ ചെയ്യാൻ പാടില്ല? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ഒന്നും കൺസിഡർ ചെയ്യാതെ ഈക്വൽ ആയിട്ടാണ് അവരുടെ പ്രോഫിറ്റ് അവർ ഷെയർ ചെയ്യേണ്ടത്. ലോസ് ആണെങ്കിലും ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. Then second rule is related to interest on capital. Interest on capital കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. It is the interest provided by the business to partners on their capital contribution. ഒരു ബിസിനസ് അതിലെ പാർട്ണേഴ്സിന് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ണർഷിപ്പ് ഫേമിന് ഒരു എക്സ്പെൻസ് ആണ്, അത് കിട്ടുന്ന പാർട്ണർക്ക് അതൊരു ഇൻകമാണ്. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂള് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിലെ റൂളാണ്. ആ റൂള് പറയുന്നത് ഇങ്ങനെയാണ്: നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദ പാർട്ണേഴ്സ്. ഇഫ് ദ ഡീഡ് പ്രൊവൈഡ്സ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഇഫ് ദർ ഈസ് ലോസ് നോ ഇൻട്രസ്റ്റ് ക്യാൻ ബി അലൗഡ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നതാണ്: ഒന്ന്, ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാടില്ല. 2, ഇനി ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള പ്രൊവിഷൻ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടെങ്കിൽ തന്നെ പ്രോഫിറ്റ് ഉള്ള വർഷങ്ങളിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഏതെങ്കിലും വർഷം പാർട്ണർഷിപ്പ് ഫേമിന് ലോസ് ആണ് വന്നതെങ്കിൽ ആ വർഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് കഴിയില്ല? ബിസിനസ് സ്ഥാപനത്തിന് കഴിയില്ല. The next rule is related to interest on drawings. Interest on drawings means it is the interest charged by the business on the drawings made by the partners.
ഒരു ബിസിനസ്സിൽ നിന്ന് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്ന ഡ്രോയിങ്സിന് ഒരു ബിസിനസ് സ്ഥാപനം പാർട്ട്നേഴ്സിൽ നിന്നും ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ച് ഒന്നും രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പാർട്ണേഴ്സ്. പാർട്ണർഷിപ്പ് ഡീഡിൽ പറയാത്ത സാഹചര്യത്തിൽ, അവരുടെ എഗ്രിമെന്റിൽ അവർ പറയാത്തൊരു സാഹചര്യത്തിൽ ഒരു പാർട്ണറിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഈ റൂള് പറയുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദ ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. ക്യാപിറ്റലിന് പുറമെ ആ പാർട്ണർഷിപ്പിനെ സഹായിക്കുന്നതിന് വേണ്ടി ലോണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പാർട്ണറിൽ നിന്നും ബിസിനസ് ലോൺ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് ഈ പറയുന്ന റൂളിൽ പറയുന്നത്. ഇപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇനി അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ കുറിച്ച് പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ 6% ഈസ് പേയബിൾ. പാർട്ണേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് interest at 6% per annum on loans advanced by the partners. It should be paid even if there is loss. അപ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണം? 6% ഇൻട്രസ്റ്റ് കൊടുക്കണം. രണ്ട്, ഏതെങ്കിലും വർഷം ലോസ് വന്നാൽ പോലും ലോണിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് കൃത്യമായി കൊടുത്തിരിക്കണം. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോണിനുമായി ബന്ധപ്പെട്ടുള്ള റൂളിൽ പറയുന്നത്. ദെൻ റെമൂണറേഷൻ ടു പാർട്ണേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന പ്രധാനമായിട്ടും രണ്ട് തരം പാർട്ണേഴ്സ് ഉണ്ട്. ആക്റ്റീവ് പാർട്ണേഴ്സ് ഉണ്ട്, സൈലന്റ് ഓർ സ്ലീപ്പിംഗ് പാർട്ണേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ആക്റ്റീവ് പാർട്ണേഴ്സിന് ബിസിനസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കി നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ണേഴ്സിന് പ്രോഫിറ്റിന് പുറമെ കൊടുക്കുന്ന റെമൂണറേഷൻസ് ഉണ്ട്, സാലറി അല്ലെങ്കിൽ കമ്മീഷൻ. അങ്ങനെ ഏതെങ്കിലും വർക്കിംഗ് പാർട്ണേഴ്സിന് സാലറിയോ കമ്മീഷനോ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് പാർട്ണർഷിപ്പ് ഡീഡിൽ രേഖപ്പെടുത്തണം. സാലറിയെ കുറിച്ചോ കമ്മീഷനെ കുറിച്ചോ പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും രേഖപ്പെടുത്താത്തൊരു സാഹചര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? റൂൾ പറയുന്നത് ഇങ്ങനെയാണ്: നോ വൺ ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് സാലറി ഓർ കമ്മീഷൻ. ഒരു പാർട്ണർക്കും സാലറിയോ കമ്മീഷനോ കിട്ടാനുള്ള അവകാശമില്ല, ബാക്കിയുള്ള ആളുകൾ സമ്മതിക്കുന്നില്ലെങ്കിൽ. ഇഫ് ദേ എഗ്രി, എല്ലാ പാർട്ണേഴ്സും എഗ്രി ചെയ്യുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് അവർക്ക് സാലറി കൊടുക്കാം. അപ്പോൾ അങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇല്ലാത്തൊരു കാര്യം ബാക്കിയുള്ള പാർട്ണേഴ്സ് എഗ്രി ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു പാർട്ണർക്കും സാലറിയോ കമ്മീഷനോ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും റൂൾസാണ് നമ്മൾ ഈ വർഷം പഠിക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് റിയൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ടി വരും, അതല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കേണ്ടി വരും. റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഒന്നുകൂടി ഞാൻ ലിസ്റ്റ് ചെയ്യാണ്. ഫസ്റ്റ് റൂള്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് ഷെയറിംഗ്. എങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. രണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോട്ട് ഗിവൺ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ കഴിയില്ല. മൂന്നാമത്തെ റൂള്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോട്ട് ചാർജ്ഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ലെങ്കിൽ പാർട്ണേഴ്സിൽ നിന്നും എന്ത് വാങ്ങാൻ കഴിയില്ല? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കളക്ട് ചെയ്യാൻ പാർട്ണർഷിപ്പിന് കഴിയില്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദ ഫേം. ക്യാപിറ്റലിന് പുറമെ ഏതെങ്കിലും പാർട്ണേഴ്സ് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണ്. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൽ 10% ആണ് പറയുന്നതെങ്കിൽ 10% കൊടുക്കണം. പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറയാതിരിക്കുകയാണെങ്കിൽ, അവരൊന്നും എഗ്രിമെന്റിൽ പറയുന്നില്ലെങ്കിൽ മിനിമം 6% അവർക്ക് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ദെൻ റെമൂണറേഷൻ ടു പാർട്ണേഴ്സ് മീൻസ് സാലറി ഓർ കമ്മീഷൻ നോട്ട് ഗിവൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന മെത്തേഡുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.